ഹലോ, വെൽക്കം ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. സമയമില്ല, നാളെ 10 മണിയാകുമ്പോഴേക്കും, നാളെ ഈ നേരം ആകുമ്പോഴേക്കും ഒരു എക്സാം കഴിഞ്ഞിരിക്കുന്നു. നാളെ ഇൻകം ടാക്സ് എക്സാം അല്ലേ, ഇൻകം ടാക്സ് ആൻഡ് GST. ഞാൻ ഫാസ്റ്റായിട്ട് ജസ്റ്റ് മറക്കാതെ പഠിച്ചു പോകേണ്ട ചില കാര്യങ്ങൾ ഞാൻ വേഗം ഒന്ന് ഫാസ്റ്റായിട്ട് ഓടിക്കാം. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് എടുത്ത് എഴുതി വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതെന്തായാലും പഠിച്ചു പോകണം, അതിൽ യാതൊരു സംശയവും. അപ്പോൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കിട്ടുന്നുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുകളിൽ PYQ എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ തിയറി ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി സമയമല്ലേ, ഞാനിപ്പോൾ ഫാസ്റ്റായിട്ടൊന്ന് പറയാം, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റുകൾ പറയാം. ഒന്ന്, ക്ലബിംഗ് ഓഫ് ഇൻകം. ഇത് ഞാൻ മറ്റേതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, തീരെ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പെട്ടെന്ന് ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇൻകം വേറൊരു അസസിയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ക്ലബിംഗ് എന്നാണ് പറയുക. ഒരു ലോസ് ഒരു ഹെഡിൽ ലോസ് ഉണ്ടെങ്കിൽ അത് അതേ ഹെഡിലുള്ള അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ഹെഡിൽ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, സെറ്റ് ഓഫ് എന്ന് പറയുക. ഒരു ലോസ് അത് ആ വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കമ്മിങ് ഇയേഴ്സിലേക്ക് കൊണ്ടുപോകാം, ട്രാൻസ്ഫർ ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാൻ. കമ്മിങ് ഇയേഴ്സിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ കൊണ്ടുപോകുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്യാരി ഫോർവേഡ് എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. സോ ആ 3 ടേമും നന്നായി പഠിച്ചു തന്നെ പോകണം എന്നുള്ളതാണ്. സോ ഇന്റർഹെഡ് സെറ്റ് ഓഫും ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും വ്യത്യാസം ചോദിക്കുകയെ, ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഹൗസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഴുതുക, 3 ബിസിനസ് ഉണ്ട്, ബിസിനസ് ABC. ബിസിനസ് Bയിലെ ലോസ് Aയിൽ കൊണ്ടുപോയിട്ട് ബിസിനസ് Aയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്. അതേസമയം ബിസിനസ് ലോസിനെ കൊണ്ടുപോയിട്ട് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് വേറെ ഹെഡ്സിൽ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്താൽ അത് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. അപ്പോൾ ഡിഫറൻസസ് ഒന്ന് നോക്കി പോണേ. ഇനി വാട്ട് ഈസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ചോദിക്കാം. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ വർഷത്തെ ബിസിനസ് പ്രോഫിറ്റ് ഇൻസഫിഷ്യൻ്റ് ആവാം. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ 1 lakh ആണ്. ഈ വർഷത്തെ ബിസിനസ് പ്രോഫിറ്റ് 80,000 ആണ്. അപ്പോൾ 80,000 നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ, പക്ഷേ ഡിപ്രീസിയേഷൻ എത്ര റൈറ്റ് ഓഫ് ചെയ്യാനുണ്ട്, 1 lakh റൈറ്റ് ഓഫ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഇക്കൊല്ലം 80,000 റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പ്രോഫിറ്റ് അത്രയേ ഉള്ളൂ, മൈനസ് ആക്കി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ബാക്കി 20,000 ഡിപ്രീസിയേഷനെയാണ് എന്ത് പറയുക, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്നാണ് അതിനെ പറയുക. അപ്പോൾ എന്തായാലും ചോദ്യം ഉണ്ടാവുക വാട്ട് ഈസ്. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എഴുതു, ദ ഡിപ്രീസിയേഷൻ ദാറ്റ് കനോട്ട് ബി അഡ്ജസ്റ്റഡ് ബിക്കോസ് ഓഫ് ഇൻസഫിഷ്യൻസി ഓഫ് ബിസിനസ് പ്രോഫിറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്. എന്നിട്ട് ഈ എക്സാമ്പിൾ എഴുതിയാൽ മതി. അപ്പോൾ 1 ലക്ഷം ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടുതലായിരിക്കണം, പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കണം. ആ ഡിഫറൻസിനെ എടുത്തിട്ട് നിങ്ങൾ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ആണെന്ന് പറയും. ഇനി റിലീഫും റിബേറ്റും തമ്മിലുള്ള വ്യത്യാസം നന്നായി ഡിഫറൻസ് പഠിച്ചു പോണേ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിബേറ്റും റിലീഫും? ടാക്സ് ലയബിലിറ്റി കുറച്ച് തന്നാൽ അത് റിബേറ്റ്. അപ്പോൾ റിഡക്ഷൻ ഇൻ ടാക്സ് ലയബിലിറ്റി, 10,000 രൂപ ടാക്സ് അടയ്ക്കണം, നമുക്ക് 12,500 രൂപ ടാക്സ് അടയ്ക്കണം, നമുക്ക് റിബേറ്റ് കിട്ടും, 12,500 റിബേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സെക്ഷൻ 87A. സോ അപ്പോൾ ടാക്സ് ലയബിലിറ്റിയിൽ കിട്ടുന്ന റിഡക്ഷനെയാണ് റിബേറ്റ് എന്നാണ് പറയുക. അതേസമയം ചില കണ്ടീഷൻസ്, സർചാർജ് അടയ്ക്കേണ്ട ആൾക്കാർക്ക് 50 lakhനെക്കാട്ടിലും ഇൻകം കുറച്ച് മുമ്പിൽ പോയി, അങ്ങനെ മുമ്പിൽ പോയപ്പോൾ സർചാർജ് നമുക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ സർചാർജ് വരുന്ന സമയത്ത് സർചാർജിൽ ഒരു ഇളവ് ചെയ്ത് കൊടുക്കുക. സോ അതാണ് റിലീഫ് എന്ന് പറയുന്നത്. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, റിലീഫ് കിട്ടുള്ളൂ. മറ്റേത് ടാക്സ് ലയബിലിറ്റിയിൽ നമുക്ക് കിട്ടുന്ന സെക്ഷൻ ഓർത്തോളൂ, 89 ആണ് റിലീഫ്, 87A ആണ് റിബേറ്റ് വരുന്നത് എന്നുള്ളതാണ്. ഇനി മറക്കണ്ട, CBDTയുടെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ, അത് നോക്കണം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ്, ഇൻകം ടാക്സ് അതോറിറ്റീസ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. CBDT ആണ് ദ എക്പെക്സ് ബോഡി. പിന്നെ നിങ്ങളിങ്ങനെ പഠിക്കുക, ഡയറക്ടർ ജനറൽ, ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് എന്നുള്ളതാണ് വരിക. ഇതേപോലെ തന്നെ കമ്മീഷണർ നിങ്ങൾക്ക് പറയാം, ചീഫ് കമ്മീഷണർ, കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റൻറ്റ്. അപ്പം ഡയറക്ടർ എന്നുള്ളിടത്തൊക്കെ കമ്മീഷണർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പോസ്റ്റിലുള്ള ആൾക്കാരെയും പറയാൻ പറ്റും എന്നുള്ളതാണ്. ഡയറക്ടർ CBDT ഏറ്റവും മുകളിൽ എഴുതണം കേട്ടോ. അത് കഴിഞ്ഞാൽ ഡയറക്ടർ ജനറൽ,
പിന്നെ ഡയറക്ടറിൻ്റെ കൂടെ ഒരാളെയും കൂടി ആഡ് ചെയ്ത് കിട്ടുമ്പോൾ ഡയറക്ടറിൻ്റെ തൊട്ട് താഴെ അഡീഷണൽ ഡയറക്ടറാണ് വരിക. പിന്നെ ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന ജോയിൻറ്റ് ഡയറക്ടർ, എന്നിട്ടാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ വരിക. ഓക്കെ, പിന്നെ ഇൻകം ടാക്സ് ഓഫീസേഴ്സും ടാക്സ് റിക്കവറി ഓഫീസേഴ്സും വരും എന്നുള്ളതാണ്. ഇനി എന്താണ് ഇ ഫയലിംഗ് എന്ന് ചോദിക്കില്ലേ? ഇ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലി ഫയലിംഗ് ദ റിട്ടേൺസ്, അതിനെയാണ് ഇ ഫയലിംഗ് എന്നാണ് പറയുക. ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ പോവുക, www.gov.in incometax.gov.in എന്ന് പറഞ്ഞ പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ പോയിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെയാണ് ഇ ഫയലിംഗ് എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. ഓക്കെ, റിട്ടേൺസിനെ നമ്മൾ ITR എന്ന് പറയും. ഇനി ITR 1ഉം ITR 2ഉം മറക്കരുത്. ITR 1ന് നമ്മൾ വേറൊരു പേരുണ്ട്, സഹജ് എന്ന പേരുണ്ട്, ഓർമ്മയുണ്ടോ? ITR 1 ആരാണ് ഫയൽ ചെയ്യേണ്ടത്? ആരുടെ ഇൻകം ആണോ 5 lakh റുപ്പീസിന് അപ് ടു 5 lakh വരെയുള്ളവരാണ് ITR 1 ഫയൽ ചെയ്യുക. അതേപോലെ തന്നെ സാലറി, പെൻഷനേഴ്സും ഇൻകം ഏൺ ഫ്രം അതർ സോഴ്സസും ഉള്ളവർ, അതേപോലെ അഗ്രികൾച്ചറൽ ഇൻകം ലെസ് ദാൻ 5,000 ഉള്ളവർ സഹജാണ് ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്. ITR 1 ആണ് ചെയ്യേണ്ടത്. ITR 2 അപ്പോൾ ആരാണ്? 5 ലക്ഷത്തിൽ മുകളിൽ, 5 ലക്ഷം അതിന് മുകളിലോ വരുമാനമുള്ളവർ ആണ് ഏത് വരിക? എക്സീഡിങ് 5 lakh ഉള്ളവരാണ് ITR 2 ചെയ്യേണ്ടത്. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം 5,000 മുകളിലുള്ളവരും ചെയ്യണം എന്നുള്ളതാണ്. ഇനി പലതരം റിട്ടേൺസ് ഉണ്ടല്ലോ. ഒന്ന് ഒറിജിനൽ റിട്ടേൺ, നമ്മൾ സാധാരണ രീതിയിൽ സമയത്ത് കൊടുക്കുന്ന ഒറിജിനൽ റിട്ടേൺ ഉണ്ട്. പിന്നെ ബിലേറ്റഡ് റിട്ടേൺ, നമ്മൾ റിട്ടേൺ ഡ്യൂ ഡേറ്റിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിട്ടേണിന് എന്ത് പറയും? ബിലേറ്റഡ് റിട്ടേൺ എന്നാണ് നമ്മളതിനെ കൊടുക്കുക. നമ്മൾ നിർബന്ധമായും നിയമം അനുസരിച്ച് നമ്മൾ റിട്ടേൺ കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് കമ്പൽസറി റിട്ടേൺ ആണ് എന്നുള്ളത് പറയും. റിട്ടേൺ ഓഫ് ലോസ് എന്താണ് ചോദിച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഹെഡിൽ ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റിട്ടേൺ ഓഫ് ലോസ് ആണ് കൊടുക്കേണ്ടത്. ടാക്സ് ഹോളിഡേ മറക്കരുത്. എന്താണ് ടാക്സ് ഹോളിഡേ എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക. ടാക്സ് ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി സസ്പെൻഷൻ ഓഫ് ടാക്സ്. അതായത് എക്സാമ്പിൾ എഴുതുക, ഇപ്പോൾ സ്റ്റാർട്ടപ്സിന് സം ഓഫ് ദി സ്റ്റാർട്ടപ്സ് ആർ ഗിവൺ എക്സെംഷൻ ഫോർ ടാക്സ് ഫോർ 5 years. ചില സ്റ്റാർട്ടപ്സിന് ആദ്യത്തെ 5 വർഷത്തിന് ടാക്സ് വേണ്ട എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടാവും. സോ ആ 5 വർഷത്തെയാണ് എന്ത് പറയുന്നത്? ടാക്സ് ഹോളിഡേ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ നാട്ടിൽ ഇക്കണോമിക് ആക്ടിവിറ്റി കൂടുതൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ടാക്സ് ഹോളിഡേയ്സ് കൊടുക്കുന്നത്. അല്ലാണ്ട് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹോളിഡേ ദിവസം അല്ല കേട്ടോ. അപ്പോൾ എന്താണ്? ടാക്സ് സസ്പെൻഷൻ ചെയ്തു കൊടുക്കുക. കുറച്ച് കൊല്ലത്തേക്ക് ടാക്സ് വേണ്ട എന്ന് പറയുന്ന ആ കാലഘട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? പിന്നീട് 5 വർഷം കഴിഞ്ഞ് അവർ കൃത്യമായിട്ട് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. സോ ആ പീരീഡിനെയാണ് ടാക്സ് ഹോളിഡേ എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നന്നായി അസസ്മെൻറ്റ്സ് മറക്കരുത്. അസസ്മെൻറ്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എന്നുള്ളത്. പല ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ഒക്കെ വളരെ നല്ല ഇതാണ്. ഇനി എന്താണ് ബിനാമി ട്രാൻസാക്ഷൻസ്? പ്രോപ്പർട്ടി, നമ്മുടെ കയ്യിലുള്ള ഇൻകം പ്രോപ്പർട്ടിയോ വേറൊരാളുടെ പേരിൽ നമ്മൾ കാണിക്കുക, വേറൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മൾ ടാക്സ് ഇവേഷൻ നടത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്വന്തം ഇൻകം വേറൊരാളുടെ പേരിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിനാമി ഇൻകം എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. അസസ്മെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണ്? ആരാണോ ടാക്സ് ലയബിലിറ്റി 10,000 മുകളിൽ വരാൻ സാധ്യതയുള്ളത്, അടയ്ക്കേണ്ട ടാക്സ് 10,000 കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും എന്തടയ്ക്കണം? അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് ഇതുള്ളത്. GST അറിയാലോ, ഇൻകം ടാക്സ് ആൻഡ് GST ആണ് വരിക. GST ജൂലൈയിലാണ്, 1 ജൂലൈ 2017. ജൂലൈയിൽ 7ഉം 2017ഉം ഇങ്ങനെ ആലോചിച്ചോളൂ കേട്ടോ. 1 ജൂലൈ 2017 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇന്ത്യയിൽ കുറേ ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടായിരുന്നു. കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, ഇതിനെല്ലാം റിമൂവ് ചെയ്തിട്ട് GST എഴുതുമ്പോൾ എഴുതേണ്ട വേർഡ് എന്താ? 1 nation 1 tax. ഈ സെൻറ്റൻസ് എന്തായാലും ഇതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. GSTയിലുണ്ട് 3 GSTയിലുണ്ട്. SGST, CGST, IGST. അതായത് ഇപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണ്, നമ്മളൊരു സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ബില്ല് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ SGST, സ്റ്റേറ്റ് ആ പൈസ എടുക്കും. 18% ആണെങ്കിൽ 9% സ്റ്റേറ്റ് എടുക്കും. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എടുക്കും, 9% എടുക്കും. നമ്മളുടെ പ്രോഡക്റ്റ് വരുന്നത് നമ്മുടെ ബയർ ആൻഡ് സെല്ലർ 2 സെപ്പറേറ്റ് ഡിസ്ട്രിക്റ്റ് ഇതിലാണെങ്കിൽ, സെപ്പറേറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ, അതായത് ബയർ കേരളത്തിലും സെല്ലർ തമിഴ്നാട്ടിലും ആണെങ്കിൽ നമ്മൾ IGST ആണ് കൊടുക്കുക. ഇൻ്റർ സ്റ്റേറ്റ് ആണ് വരിക, IGST ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ്.
അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ വരുന്നത് HSN കോഡ്. എന്താണ് HSN? ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ, അതായത് ഗ്രൂപ്പിംഗ്. അതായത് ഈ റബ്ബർ പ്രോഡക്ട്സിൻ്റെയൊക്കെ HSN കോഡ് എന്തായിരിക്കും, പ്ലാസ്റ്റിക് സാധനങ്ങളുടെയൊക്കെ HSN കോഡ് വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ സാധനങ്ങളെയും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, കോഡ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ഗുഡ്സിന് ഒരു കോഡ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അവർക്കൊരു കോഡ്. അപ്പോൾ ഇങ്ങനെ കോഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നോമൻക്ലേച്ചർ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചറിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് HSN എന്ന് പറയുന്നത്. അത് സർവീസിലേക്ക് കോഡ് വരും, അത് SAC കോഡ്, SAC, സർവീസ് അക്കൗണ്ടിങ് കോഡ് എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. പിന്നെ GST കൗൺസിൽ മറക്കരുത്. GSTയുടെ കാര്യങ്ങളും അതിൻ്റെ ടാക്സ് റേറ്റ്സും ഒക്കെ തീരുമാനിക്കപ്പെടുന്ന GST കൗൺസിലാണ്. അത് ഫിനാൻസ് മിനിസ്റ്ററാണ് അതിൻ്റെ ചെയർമാൻ. എല്ലാ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആ കൗൺസിലിൽ മെമ്പേഴ്സാണ്. അപ്പോൾ GST കൗൺസിൽ കൂടിയിട്ട് മാത്രമാണ് മാറ്റങ്ങളൊക്കെ വരുത്താറുള്ളൂ എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ്, ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ടൈം ഓഫ് സപ്ലൈ ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് വെൻ എ ട്രാൻസാക്ഷൻ ഈസ് എപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്? വാങ്ങിക്കുന്നു, വിൽക്കുന്നു. ഈ ട്രാൻസാക്ഷൻ എവിടെ വെച്ചിട്ട് ഏത് സമയത്താണോ നടക്കുന്നത് അതിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയാം. ഓക്കെ. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എവിടെയാണോ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തത്, ബയറുടെ കയ്യിൽ ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ സാധനം എത്തിയത്, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. എത്ര രൂപയ്ക്കാണ് ടോട്ടൽ എമൗണ്ട് ചാർജ്ഡ്, അതാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ രജിസ്ട്രേഷൻ നിർബന്ധമാണോ? GST രജിസ്ട്രേഷൻ, അതെ, GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 40 ലക്ഷത്തിൽ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ GST സെയിൽ ടേൺ ഓവർ മാൻഡേറ്ററി ഫോർ ബിസിനസ് വിത്ത് ടേൺ ഓവർ എക്സീഡ്സ് ₹40 lakhs ആൻഡ് 20 lakhs ഫോർ സ്പെഷ്യൽ സ്റ്റേറ്റ്സ്. ചില സ്പെഷ്യൽ സ്റ്റേറ്റിന് മാത്രം 20 lakhsന് മുകളിൽ പോയാൽ മതി, അവർ GSTയുടെ പെർവ്യൂവിൽ വരും. മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ ആണെങ്കിൽ 40 lakhsന് മുകളിൽ ടേൺ ഓവർ പോയി കഴിഞ്ഞാൽ കമ്പൽസറി രജിസ്ട്രേഷനാണ്. ഇനി വേണമെന്നുള്ളവർക്ക് വളണ്ടറി രജിസ്ട്രേഷനും എടുക്കാം, അതിന് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി GST അതോറിറ്റീസ് തന്നെ സ്വന്തമായി ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യും. അതിനെ സുയോ മോട്ടോ രജിസ്ട്രേഷൻ എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് GST റിട്ടേൺസ്. ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ എന്ന് പറയും. അതായത് ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിട്ടേൺ ഫൈൽഡ് ബൈ ദ രജിസ്റ്റേർഡ് ടാക്സ് പേഴ്സൺ. അതായത് ഫ്രം ദ ഡേറ്റ് ഓഫ് ലയബിൾ ടു ഗെറ്റ്, അതാ എപ്പോഴാണോ നമ്മുടെ ലയബിലിറ്റി വരുന്നത് ആ സമയത്ത് നമ്മൾ അടയ്ക്കുന്ന ഫസ്റ്റ് റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്ടേണിനെയാണ് ഫസ്റ്റ് റിട്ടേൺ എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. പിന്നെ ഇ-വേ ബിൽ എന്താണ് എന്നുള്ളത്, അതൊരു ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആണ്. അങ്ങനെ തന്നെ എഴുതുക. ഇ-വേ ബിൽ ഈസ് എ ഡിജിറ്റൽ ഡോക്യുമെൻ്റ്. അത് ഒരു 50,000-ൽ മുകളിൽ രൂപ വിലയുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് അത് വരുന്നത് എന്നുള്ളതാണ്. സോ മറക്കാതെ, തീരെ സമയം കളയരുത്, നന്നായിട്ട് സെർച്ചും സീഷറും മറക്കരുത്. സെർച്ചും സീഷറും സെർച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സമ്മതപ്രകാരം നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോവുക. SSCയുടെ ഓഫീസിലേക്കോ സ്ഥലത്തേക്കോ പോയിട്ട് കാര്യങ്ങൾ നോക്കാം. അത് ചിലപ്പോൾ നല്ലതിനായിരിക്കാം, ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ, അത് നോക്കി തീർത്തി അവിടെ നിന്ന് തന്നെ പോരാം, സെർച്ച് ചെയ്ത് വരാം, ഡോക്യുമെൻറ്റ്സ് ഒന്ന് ഡിസ്കവർ ചെയ്യാൻ പോരാം. പക്ഷേ സീഷർ അങ്ങനെയല്ല. ആ കണ്ടുപിടിച്ച ഡോക്യുമെൻറ്റ്സ് കുറച്ചും കൂടിയും കാര്യമായി നോക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ചത് ഓഫീസിലേക്ക് കൊണ്ടുവരണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? സീഷർ എന്നാണ് അതിനെ പറയുക. സെർച്ചും സീഷറും മറക്കരുത്. ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ്. കുറേ ഇതിൻ്റെ ചെറിയ പ്രോബ്ലംസ് വളരെ കുറച്ചേ വരുള്ളൂ. 6th 5th സെം പോലെയല്ല. പക്ഷേ സെറ്റ് ഓഫിലും ക്യാരി ഫോർവേഡിലും ക്വസ്റ്റ്യൻസ് വരാം. GSTയിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, ക്ലബിങ് ക്യാരി ഫോർവേഡിൽ. പക്ഷേ തിയറി ധാരാളം ഉണ്ടാവും. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ടുണ്ട്, ഈ ഒരു വീഡിയോയും അതിലിട്ടിട്ടുണ്ട്. അപ്പം നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. ഇന്ന് സമയം തീരെ കളയരുത്, വായിക്കൂ. എന്നിട്ട് നന്നായി അതിനെ സ്വന്തം വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യൂ. എക്സാമ്പിൾ ഇട്ടിട്ടും ആൻസറിൽ ചെയ്യൂ. നന്നായി പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എക്സാം കഴിഞ്ഞു വന്നാൽ കമൻറ്റ് ഇടുക വീഡിയോൻ്റെ താഴെ. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ബൈ.